ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം പഞ്ചമസ്കന്ധം ഭരതചരിതം തുടർച്ച് ജംബൂദ്വീപ വർണ്ണനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭരതചരിതം ഞാനൊട്ടൊട്ടു ചൊന്നേനേവം, ഭരതൻ തൻ്റെ പുത്രൻ സുമതിയല്ലോ കേൾനീ. സുമതി തൻ്റെ പുത്രനായതു ദേവദാജിത്, ദേവദാജിത്തിൻ പുത്രനായതു ദേവദ്യുമ്നൻ, ദേവദ്യുമ്നനു പുത്രനായതു പരമേഷ്ടി, കേവലം പരമേഷ്ടി നന്ദനൻ പ്രതീഹംപോൽ. അവൻ്റെ പുത്രൻ പ്രതിഹർത്താവെന്നല്ലോ കേൾപ്പിൻ, പ്രതിഹർത്താവിൻ പുത്രൻ അജനും ഭൂമാവെന്നും. ഭൂമാവു തൻ്റെ പുത്രൻ ഗീതനുദ്ഗീതനെന്നു നാമാവാം അവനുടെ നന്ദനൻ പ്രസ്തോതാവും. പ്രസ്തോതാവിനു പുത്രനായതു വിഭുവവൻ, പുത്രനായുടൻ പൃഥുക്ഷേണനുമുണ്ടായി വന്നാൻ. തൽപൃഥുക്ഷേണ പുത്രനായതു നക്തനവൻ, തൽപുത്രനല്ലോ ഗയനാകിയ നൃപശ്രേഷ്ഠൻ. ഗയന്റെ മക്കൾ ചിത്രരഥനും സുഗതിയും അവരോധനനെന്നും മൂവരുണ്ടായാരല്ലോ. എന്നതിൽ ചിത്രരഥനന്ദനൻ സമ്രാട്ടവൻ, തന്നുട മകനായ മന്നവൻ മരീചിയും. ബിന്ദുമാൻ മരീചി തൻ നന്ദനനറിഞ്ഞാലും, ബിന്ദുമാനുട പുത്രനായതു മധുവല്ലോ. മധുവിൻ പുത്രൻ വീരവ്രതനെന്നല്ലോ കേൾപ്പു, മതിമാൻ വീരവ്രതൻ തന്നുട പുത്രന്മാർ പോൽ. മന്ധുവും അമന്ധുവുമെന്നവരിരുവരിൽ, മന്ധുജൻ ഭവാനൻ പോൽ ഭാവനൻ മകൻ ത്വഷ്ട, ത്വഷ്ടാവിൻ മകനല്ലോ വീരജനായ നൃപൻ. ശിഷ്ടനാം അവനൊരു 100 പുത്രന്മാരുണ്ടായി. അരുതു പറവതിനവരെ വേറെയെല്ലാം ഒരു കന്യകതാനുമുണ്ടായാളനന്തരം. ചൊല്ലെഴും പ്രിയവ്രതൻ തന്നുട വംശമൊട്ടു ചൊല്ലിയേൻ മുടിഞ്ഞിതു വീരജനുട കാലം. അന്നേരം പരീക്ഷിത്തു തൊഴുതു ചോദ്യം ചെയ്താൻ, നന്നു നന്നരുൾ ചെയ്തവാറിതു മഹാമതേ. ഇന്നുമുണ്ടെനിക്കൊന്നു കേൾപ്പതിന്നത്യാഗ്രഹമെന്നോടിന്നതുമരുൾ ചെയ്യണം മഹാമുനേ. സപ്തസാഗരങ്ങളും സപ്തദ്വീപങ്ങളുമങ്ങെത്ര വിസ്താരമെന്നും തത്ര ലക്ഷണങ്ങളും വ്യക്തമായി അരുളിച്ചെയ്തിടേണം അടിയനോടെത്രയും വളർന്നുള്ള പാപങ്ങളകലുവാൻ. അവ്യക്തസ്വരൂപമാമീശ്വരസ്ഥൂലരൂപം സുവ്യക്തമാറിഞ്ഞിടുവാനാക്കാമെടോ. ഞാൻ അറിഞ്ഞതു ചൊല്ലാമെനിക്കാകുന്ന വണ്ണമാനന്ദം നിനക്കിതിലുണ്ടെന്നു തോന്നുകയാൽ. ഭൂഗുണിതം എങ്കിലോ ഭൂമണ്ഡല സംസ്ഥാനം നടേ ചൊല്ലാം. മംഗളം വരേണമേ ദൈവമേ നാരായണ. ഭൂമിയിൽ മധ്യസ്ഥമായിരുന്ന ജംബുദ്വീപം ഭൂമിപാലക സമവൃത്തമായുള്ളൂ കേൾനീ. വിസ്താരം 100,000 യോജനയുണ്ടു താനും. പൃഥ്വിനായക പുനരമ്പതു വർഷവും മര്യാദാ പർവ്വതങ്ങൾ 8 പര്യായത്തോടു പറഞ്ഞിടുവനവയും ഞാൻ. ഇതിൻ്റെ നടുവിലായി ചൊല്ലെഴും മഹാമേരുവതിൻ്റെ ഉയരമോ യോജന 100,000, മുകളിൽ 32,000 യോജന വഴി
സുഖമേ സമവൃത്തമായിരിപ്പോന്നു താനും. നീളത്തിൽ 16,000 യോജന വഴി, മേളത്തിൽ കുഴിനാടുണ്ടായിരം മറ്റതെല്ലാം. ഇങ്ങനെയിരിക്കുന്ന മേരുവാം മല തൻ്റെ അങ്ങഹോ, വടക്കുണ്ടു 3 പർവ്വതങ്ങൾ പോൽ. അദ്രികളവ 3 കിഴക്കു പടിഞ്ഞാറാമബ്ധികൾ രണ്ടിനോടും ചെന്നെത്തിക്കിടക്കുന്നു. 3നും മേരുവിനോടടുത്തു തെക്കേ ശൈലം നീലമാകുന്നിതല്ലോ, നടുവിൽ ശ്വേതമല്ലോ. ശൃംഗവാനെല്ലാറ്റിലും വടക്കേ ശൈലമല്ലോ. തെക്കുമിങ്ങനെ 3 മര്യാദാ പർവ്വതങ്ങൾ. വടക്കേതാദിയായിട്ടവറ്റിൻ പേരും ചൊല്ലാം. നിഷധം, ഹേമകൂടം, ഹിമവാനെന്നും ക്രമാൽ അഴകോണധികന്മാർ ചൊല്ലുന്നു നടേ നടേ. കിഴക്കുണ്ടൊരു ശൈലം ഗന്ധമാദനമതു, വടക്കു നീലത്തോളം നിഷധത്തോളം തെക്കും. ഈ വണ്ണം തെക്കു വടക്കുണ്ടല്ലോ പടിഞ്ഞാറും, മാല്യവാൻ നിഷധ നീലങ്ങളോളവുമെടോ. നീലത്തിൻ വടക്കേതു രമ്യകവർഷം, പിന്നെ കേളത്തിൻ വടക്കേതു ചൊല്ലെഴും ഹിരൺമയം, പിന്നെ അങ്ങതിൻ വടക്കേതല്ലോ കുരുവർഷം, എന്നതിനുട തെക്കേതായതു ഹരിവർഷം. ഹേമകൂടത്തിൻ തെക്കേതായതു കിംപുരുഷം, ഭൂമീശ. ഹിമവാനു തെക്കു ഭാരതവർഷം. ഗന്ധമാദനത്തിനു കിഴക്കേതാകുന്നതു സന്തതം ഭദ്രാശ്വമാം വർഷമെന്നറികടോ. മാല്യവദ്ഗിരിയുടെ പടിഞ്ഞാറേടം കേതുമാലമങ്ങെല്ലാറ്റിനും നടുവിലാവൃതം. ഇച്ചൊന്ന പർവ്വതങ്ങൾ 8 നിശ്ചയം 10 സഹസ്രം യോജന പോൽ. വണ്ണവും 2000 യോജനയുണ്ടെന്നല്ലോ പുണ്യവാന്മാരാം കാലവേദികൾ പറയുന്നു. 9 വരുഷവും വിസ്താരമൊരുപോലെ 9,000 യോജനയുണ്ടെന്നറിഞ്ഞാലും. 9 വരുഷവും വിസ്താരമൊരുപോലെ 9,000 യോജനയുണ്ടറിഞ്ഞാലും. പിന്നെയും മഹാമേരു തനിക്കുന്നായിട്ടുണ്ടു മന്നവാ 4 പാടും ഓരോരോ ശൈലേന്ദ്രന്മാർ. മന്ദരമെന്നും മേരുമന്ദരമെന്നും ചെമ്മേ, പിന്നേതു സുപാർശ്വവും കുമുദമെന്നും നാമം. 4നുമുണ്ടു 10,000 യോജനകൾ, ചാലേ വിസ്താരമതിന്മേലോരോ മരങ്ങളും. കിഴക്കേതാദിയായിട്ടവറ്റിൻ പേരും ചൊല്ലാം. ഉണ്ടല്ലോ തേന്മാവതിൻ മുമ്പിലേതനുക്രമാൽ, രണ്ടാമതുടൻ ഞാവൽ കടമ്പും പേരാലന്ത്യം. 1100 യോജനയുയരമുണ്ടായത് ശാഖകളുമത്രയുണ്ടെല്ലാറ്റിനും. ചുവടു ചുറ്റും 100 യോജനയുണ്ടങ്ങെല്ലാം. അവിടെ മുകളിലുണ്ടോരോരോ പൊയ്കകളും, അവറ്റിൽ പാലും തേനും ശർക്കര ശുദ്ധജലം. അവറ്റെ സേവിച്ചല്ലോ ഗന്ധർവാദികളെല്ലാം യോഗങ്ങൾ ഐശ്വര്യങ്ങൾ എന്നിവയുണ്ടാക്കുന്നു. ഭാഗധേയത്താൽ സർവകാമസിദ്ധിയുമുണ്ടാം. ഉൾത്താരിലത്യാനന്ദ സിദ്ധമായി വിളങ്ങിയിടും ഉദ്യാനങ്ങളും ഓരോന്നുണ്ടവനാലിന്മേലും. ഉൾത്താരിലത്യാനന്ദ സിദ്ധമായി വിളങ്ങിയിടും ഉദ്യാനങ്ങളും ഓരോന്നുണ്ടവനാലിന്മേലും. നന്ദനം ചൈത്രരഥം ചൊല്ലെഴും വൈഭ്രാജകം, പുണ്യവർദ്ധനകരം സർവതോ ഭദ്രമെന്നും. ക്രമത്താലവറ്റിനു നാമങ്ങളിതുകളിലമർത്യജനം ക്രീഡിച്ചിരിപ്പൂ നിരന്തരം. മന്ദരമൂർധാവിങ്കൽ നിന്നു തേന്മാവിൻ ഫലവൃന്ദങ്ങളെല്ലാം ചില പർവ്വതങ്ങളെപ്പോലെ വളർന്നു പഴുത്തു വീണുടഞ്ഞു തകർന്നുടൻ അലിഞ്ഞുകൂടിയിടുന്ന രസങ്ങളൊന്നിച്ചല്ലോ. തന്നുട മുകളിൽ നിന്നങ്ങഹോ കിഴക്കോട്ടേക്കന്വഹമൊഴുകുന്ന തരുണോദയ നദി.
അതിലെ വെള്ളമനുഭവിക്ക നിമിത്തമായി അധികം മനോജ്ഞമാം സൗരഭ്യമുണ്ടാകുന്നു. അജലാത്മജയാകുമീശ്വരീ ദേവിയോടു മനുഷ്യമനുചരിച്ചിടിന ദേവികൾക്കും ഔവണ്ണം തന്നെ മേരുമന്തരമൂർധാവിങ്കൽ സർവദാ നിൽക്കും ഞാവൽ തന്നുട പഴങ്ങളും കേവലമോരോന്നോരോ ഗജങ്ങളോളം പോരും ആവോളം വളർന്നു മൂത്തവയും പഴുത്തുടൻ വീണുടഞ്ഞൊരുമിച്ചുണ്ടാകുന്ന രസങ്ങളിക്ഷോണിയിൽ ജംബുനദി എന്നുള്ള നാമത്തോടും കൂടവേ തെക്കോട്ടേക്കായൊഴുകിയിടുന്നതിരുപാടുമുള്ളൊരു മണ്ണും അതിൻ്റെ രസവുമായി ചേർന്നുണങ്ങിയിടും നേരത്തുണ്ടാകുന്നതു തന്നെ പ്രാങ്നിഭം ജംബൂനദമെന്ന പോന്നതിനാലെ നിത്യവും ദേവാദികളൊക്കെ അംഗങ്ങൾ തോറും പ്രത്യേകമലങ്കരിച്ചിടുന്നു നിരന്തരം. പിന്നയ സുപാർശ്വത്തിന്മേൽ നിൽക്കും കടമ്പതു തന്നുട ബാഹുക്കളാം ശൃംഗങ്ങളിടതോറും നിന്നുടൻ പൊട്ടിയൊലിച്ചയ്യഞ്ചു ചുറ്റായുള്ള ബിന്ദുക്കൾ മധുമയ ധാരകൾ വീണു വീണു പടിഞ്ഞാറോട്ടു നോക്കിയൊഴുകിയിടുന്നു നിത്യം തടഞ്ഞിടാതെ മഹാവാഹിനീപൂരത്തോളം. അവറ്റെ ഉപജീവിക്കുന്നവരുടെ മുഖം 100 യോജന വഴി സൗരഭ്യം പരത്തുന്നു. കദംബവൃക്ഷത്തിൻ്റെ കോടരത്തിങ്കൽ നിന്നു ജനിക്ക കൊണ്ടു കാദംബരിയാം പേരുണ്ടായി. കുമുദത്തിങ്കൽ ശതവലുശമെന്ന പേരാൽ അതിൻ്റെ സ്കന്ധങ്ങളിൽ നിന്നുടനുണ്ടാകുന്നു. പാൽ, തൈർ, നെയ്യും ചോറും പുടവ പട്ടുകളും ആഭരണാസന ശയ്യാദികളവ മറ്റും നദങ്ങളായി വടക്കോട്ടൊഴുകുന്നു നിത്യം. അതുകൊണ്ടനുഭവിച്ചിടിന ജനങ്ങൾക്കു തളർച്ച, ജരാനരവ്യാധികളാദികളും ഇളച്ചിടുന്നിതപമൃത്യുകളിവയെല്ലാം. ഇങ്ങനെ ഭൂമണ്ഡലമാകുന്ന കമലത്തിൻ കർണികയാകും മഹാമേരുവിൻ ചുടലവും കേസരഭൂതങ്ങളായി പർവ്വതം പലതുണ്ടു വാസവാദികളുടെ ദിക്കുകളിടതോറും. അരികെ മഹാമേരുവാകുമദ്രിക്കു പരിസ്തരണമായിട്ടേഴു പർവ്വതമുണ്ടു. പിന്നെ ഉയരം 2000 യോജനയവയെല്ലാം ഇടവുമത്ര തന്നെയുണ്ടേതും കുറയാതെ 18,000 യോജന നീളവുമുണ്ടങ്ങതിനൊക്കെയും തെക്കു വടക്കായി കിഴക്കല്ലോ. ജഠര ദേവകൂട പർവ്വതവരങ്ങൾ മറ്റുടനെ കീഴ്മേലായ നീളത്തിൽ തെക്കാകുന്നു. കൈലാസകരവീരദ്വയങ്ങൾ പടിഞ്ഞാറേ ശൈലങ്ങൾ നീളം തെക്കു വടക്കായതുപോലെ. പവന പാരിയാത്രാഖ്യാജലവരങ്ങൾ മറ്റവനീപതേ നീളം കിഴക്കു പടിഞ്ഞാറായി ത്രിശൃംഗമകരങ്ങളിങ്ങനെ പേരായി 4 ദിശയിങ്കലും ഈ 2 ജലവരങ്ങൾ പോൽ. ഇങ്ങനെ എല്ലാം അലംകൃതമാം മഹാമേരുവങ്ങതിൻ മുകളിലുണ്ട് 9 രാജധാനി എന്നതിൻ നടുവിലെ തമ്പുജോദ്ഭവൻ തനിക്കിന്ദ്രാദിലോകപാലന്മാർക്കു മറ്റെല്ലാം 8 ചിത്രമായി 16,000 യോജന വഴി വിസ്താരം സമചതുരശ്രമായുള്ളു താനും. 3 ലോകവും മുന്നം ഭഗവാൻ നാരായണൻ 3 അടിയാക്കി അളന്നീടിന കാലത്തിങ്കൽ മേൽപോട്ടേക്കുയർത്തിയ തൃക്കാൽ തൻ നഖം കൊണ്ടിട്ടാത്മയോന്യണ്ടം പിളർന്നൂടയങ്ങകമ്പുക്കു ബാഹ്യജീവനാധാരം ഗംഗയെന്നെല്ലാടവും പാവനകരം പാപശാന്ത്യർത്ഥം പ്രസിദ്ധയായി. ബ്രഹ്മാണ്ഡ കമലനാളാന്താഗ്രേ പോയി വീണു നിമ്നമാർഗേണ 4 കൈവഴിയൊഴുകിപ്പോയി 4 ദിക്കിലും 4 നാമങ്ങളോടും കൂടി 4 സാഗരങ്ങളും പ്രാപിച്ചിടുന്നു നിത്യം. എന്നതിൽ കിഴക്കോട്ടേക്കൊഴുകുന്നതു സീതാ ചെന്നുടൻ ഇന്ദ്രരാജധാനി തൻ നടുവേ പോയി
ഗന്ധമാദനമായ പർവ്വതത്തിന്മേൽ വീണു. സിന്ധുവിനോളം ഭദ്രാശ്വാഖ്യമാം വർഷത്തൂടെ സന്തതം വേഗേന പോയിടുന്നു. തെക്കോട്ടു ചെന്നന്തകപുരിയുടെ നിത്യവും അതുപോലെ സംപ്രയതാകാരമായളകനന്ദാഖ്യയും സംപ്രതി നിഷധവും ഹേമകൂടവും നേരെ കടന്നു. ഹിമവാൻമേൽ വീണവിടന്നും പിന്നെ പടർന്നു ചെന്നു ഭാരതാഖ്യമാം വർഷത്തൂടെ ദക്ഷിണ സമുദ്രത്തിൽ കൂടുന്നു. പടിഞ്ഞാറേ ചറ്റുസാകുന്ന നദി വരുണരാജ്യത്തൂടെ പോയുടൻ മാല്യവാന്റെ മുകളിൽ വീണു പിന്നെ പായുന്നു. കേതുമാലമാകിയ വർഷത്തൂടെ പാരാതെ പടിഞ്ഞാറേ സാഗരം പ്രാപിപ്പോളം പാരതിൽ സോമപുരിയുടെ ഭദ്രയും പിന്നെ കേവലം വടക്കോട്ടു നീലശ്വേതങ്ങൾ കടന്നാവോളം വേഗത്തോടെ ശൃംഗവാൻ തന്മേൽ വീണു. പോയുടൻ കുരുവർഷത്തൂടെ വാരിധിയോളം മായമെന്നിയെ നീളെ പായുന്നു നിരന്തരം. ഇങ്ങനെയുള്ള നവഖണ്ഡമീ ജംബുദ്വീപിലിങ്ങിഹ കർമ്മക്ഷേത്രം ഭാരതമൊന്നേയുള്ളൂ എന്നതിൽ പ്രജകൾക്കു കർമ്മഭേദങ്ങൾക്കൊത്ത വണ്ണമുള്ള അനുഭൂതി സർവവും വന്നിടുന്നു. മറ്റുള്ള വർഷങ്ങളങ്ങിട്ടും കേൾ സ്വർഗലോകം മുറ്റുമങ്ങനുഭവിച്ചുള്ളവർക്കെല്ലാവർക്കും പുണ്യശേഷങ്ങൾ അനുഭവിപ്പാനായിക്കൊണ്ടത്രേ പുണ്ടരീകോദ്ഭവൻ താൻ നിർണയിച്ചിരിക്കുന്നു. അവറ്റിൽ പ്രജകൾക്കു 10,000 പ്രസാദഭേദമൊഴിഞ്ഞായുസുണ്ടെല്ലാ നാളും 10,000 ആനയ്ക്കുള്ള ശക്തിയും പൂണ്ടു ശതകോടികൾക്കൊക്കും ദേഹകാഠിന്യങ്ങളും നാരികളൊടുക്കമോരോന്നുടൻ ഗർഭച്ചതിൽ നാരിയും പുരുഷനും കൂടെയുണ്ടാകും താനും. കാലവും ത്രേതായുഗ തുല്യമായ എല്ലാ നാളും പാലിക്കുമല്ലോ ജഗന്നാഥനാം നാരായണൻ. ഭഗവാൻ വിഷ്ണു ചില മൂർത്തികൾ അവലംബിച്ച അഖില ജനങ്ങൾക്കും നൽകുവോനനുഗ്രഹം എന്നതിലാവൃതമാകിയ വർഷത്തിങ്കൽ ചന്ദ്രശേഖരൻ തന്നെ പുരുഷനായിട്ടുള്ളു. മറ്റുള്ള പുരുഷന്മാരവിടെ ചെല്ലുന്നീല മുറ്റും പാർവതീദേവി തന്നുടെ ശാപത്തിനാൽ. അവിടെ പുരുഷന്മാർ ചെല്ലുകിൽ സ്ത്രീകളായിപ്പോം. അതിൻ്റെ ഹേതു ചൊല്ലും നവമസ്കന്ധത്തിങ്കൽ. അവിടെ ശ്രീ പാർവതീദേവി താനാദിയായുള്ള ബലാജനങ്ങളാൽ സേവ്യനാം മഹാദേവൻ ഹൃദയെ സംഘർഷണമൂർത്തിയെ ഭജിക്കുന്നു. ഭദ്രാശ്വവർഷത്തിങ്കൽ ധർമ്മദേവന്റെ പുത്രൻ നിത്യവും ഭദ്രശ്രവാവാകിയ വിഷ്ണുഭക്തൻ സേവിച്ചിടുന്നു ഹയഗ്രീവമൂർത്തിയെയല്ലോ. പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ സേവിക്കുന്നു മുദിതാത്മന ഹരിവർഷത്തിലിരുന്നല്ലോ. സുഖമേ കാമദേവരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെ കേതുമാലമാം വർഷത്തിങ്കൽ നിറഞ്ഞ തേജോമയം മാനസഭക്തിപൂർവം ഇരുന്നു സേവിക്കുന്നു നിത്യവും പ്രജാപതി. തന്നുട പുത്രരോടുകൂടെ ശ്രീ ഭഗവതി മന്നവ രാത്രികളിൽ സ്ത്രീജനത്തോടും പകൽ പുരുഷന്മാരോടും കൂടിരുന്നു ഭജിക്കുന്നു. സംഖ്യയും 366 വക അവിടെ സുദർശന തേജസ ഗർഭമുണ്ടായ ബലാജനങ്ങൾക്കും ശ്രവിച്ചിടുന്നു നിത്യം. പിന്നെ രമ്യകത്തിൽ വൈവസ്വതൻ മനുവരൻ നന്നായി സേവിക്കുന്നു മത്സ്യമൂർത്തിയെ ഭക്ത്യാ. അര്യമാവായ പിതൃനായകൻ ഹിരൺമയ വർഷത്തിങ്കൽ കൂർമ്മമൂർത്തിയെ സേവിക്കുന്നു നിത്യവും. വരാഹമൂർത്തിയെ സേവിച്ചിടുന്നു ഉത്തുംഗ കുരുക്കളിലിരുന്നു ഭൂമിദേവി.
ശ്രീരാമൻ തന്നെ സേവിച്ചിടുന്നു ഹനുമാനും. മാരുതാത്മജൻ കിംപുരുഷാഖ്യാവർഷത്തിങ്കൽ ഭക്തനാം ഹനുമാനും രാഘവൻ തന്നെ സേവിച്ചത്യന്തം കിംപുരുഷയുക്തനായി വർത്തിക്കുന്നു. സാവർണിക്കാത്മജ്ഞാനമുപദേശിച്ചിടുവാൻ ഭാവിച്ചു വാണിയിടുന്ന നാരദമുനിശ്രേഷ്ഠൻ കേവലം നരനാരായണന്മാർ തമ്മെ സേവിച്ചാവിർമോദേന നിത്യം ഭാരതേ വസിക്കുന്നു. അങ്ങനെയുള്ള മഹാഭാരത വർഷത്തിങ്കൽ എങ്ങുമുണ്ടസംഖ്യമാഹാത്മ്യങ്ങൾ വളർന്നോരോ പുണ്യശൈലങ്ങൾ പുണ്യനദികൾ പലവിധം എണ്ണമില്ലവറ്റിൻ്റെ മഹിമ ചൊല്ലിയിടുവാൻ. ഖണ്ഡങ്ങളെല്ലാറ്റിലും ഉത്തമം ഭാരതമാം ഖണ്ഡമെന്നതു സർവലോകസമ്മതമല്ലോ. അവിടെ ജനിക്കുന്ന പുരുഷന്മാർക്കേ മോക്ഷം വഴിയേ സാധിക്കാവൂ യജ്ഞകർമ്മങ്ങൾ കൊണ്ടേ. 9 ഖണ്ഡങ്ങളായിങ്ങനെയിരിക്കുന്ന ജംബുദ്വീപത്തെ ചുറ്റി ലവണാംബുധിയുള്ളു. വിസ്താരമതു 1,00,000 യോജനയാകുന്നിതുമത്യന്തമതു ചുറ്റിയിരിക്കും പ്ലക്ഷദ്വീപം. വിസ്താരമഹോ 2,00,000 യോജനയുണ്ടാം. തത്ര പൊന്മയമായോരത്തിയുണ്ടല്ലോ നിൽപ്പു ചിത്രമായി 100,000 യോജനയുയർന്നുകൊണ്ടത്രയും ശോഭിച്ചതിമുഖ്യമാം പ്രഭയോടും. അതിനാൽ പ്ലക്ഷദ്വീപെന്നതിനു പേരായി വന്നിതവിടേക്ക് അധിപതിയായി അഭിഷേകം ചെയ്താൻ. മകനാമിത്മഹജ്ജുഹ്വൻ തന്നയപ്രിയവ്രതൻ സുഖമായാത്മതുല്യമവനം ചെയ്താനവൻ. ഇത്മജിഹ്വനു മക്കൾ 7 പേരാകുന്നിതു പ്ലക്ഷദ്വീപേഴായി പകുത്തവനും കൊടുത്താൻ പോൽ. ശിവയും യവയസവും സുഭദ്രം ശാന്തം ക്ഷേമം ശിവദമമൃതവും അഭയം ഇവ നാമങ്ങളിവ തന്നെ അധിപന്മാർക്കുമെല്ലാം അധ പുല്ലിംഗങ്ങളായി പറകന്നതേയുള്ളൂ. അവിടെ ഖണ്ഡങ്ങൾ തന്നവധിക്കെല്ലാം ഓരോ രജലൻ അവരന്മാരുണ്ട് അതിരായറിഞ്ഞാലും. അവിടെ ഖണ്ഡങ്ങൾ തന്നവധിക്കെല്ലാം ഓരോ രജലവരന്മാരുണ്ടതിരായറിഞ്ഞാലും. സവിധേ നദികളുമുണ്ടോരോന്നെല്ലാറ്റിനും അവനീപതേ പാർത്താലധികമത്യദ്ഭുതം. മണികൂടവും വജ്രകൂടവും ഇന്ദ്രസേനം മഹിമ വളർന്നഴും ജ്യോതിഷ്മാൻ സുവർണവും ഹിരണ്യഷ്ഠീവം മേഘമാലയുമിവ പേരായി ഇരിക്കും സേതുശൈലവരങ്ങളേഴാകുന്നു. അരുണാരമണീയാംഗിയുമങ്കിരസിയും അരജാ സാവിത്രി സുപ്രഭാത ഋതംഭര പിന്നേതു സത്യംഭര നദികളിവയേഴാകുന്നിതു സേതുശൈല നന്ദിനികളായെങ്ങും. വർണ്ണങ്ങൾ 4 ഹംസന്മാർ പതംഗന്മാർ അന്വഹമുദ്ധായന സത്യാംഗന്മാരെന്നെല്ലാം. 1000 സംവത്സരമായുസുണ്ടെല്ലാവർക്കും ആത്മാവാമാദിത്യനെ സേവിച്ചുമേവിടുന്നു. സൂര്യനായതും നാരായണൻ താൻ തന്നെ നൂനം ആര്യനാം മഹാവിഷ്ണു താനല്ലോ ജഗത്തെല്ലാം. ചിത്പുമാനുടെ മഹാമായകളിത്യാദികളപ്പോലെ തന്നെ പിന്നെ ദ്വീപുകൾ 5 വർഷത്തിൻ സംഖ്യകളും പുരുഷഗുണങ്ങളും പരമായുസും ഭേദമില്ലടോ ധരാപതേ. പ്ലക്ഷദ്വീപിനെ ചുറ്റി ശർക്കരാംബുധിയുള്ളു. വിസ്താരമതു 2,00,000 യോജന തന്നെ. അതിൻ്റെ പുറമല്ലോ ശാൽമലദ്വീപം പുനരതു വിസ്താരം 4,00,000 യോജനയാകും. അവിടെ 100,000 യോജനയുയർന്നുണ്ടൊരിലവമായ മരം ഗരുഡനിരിപ്പാനായി. അവിടെ 100,000 യോജനയുയർന്നുണ്ടൊരിലവമായ മരം ഗരുഡനിരിപ്പാനായി. അതിനാൽ ആ ദ്വീപിന്നു
ശാൽമലമെന്നു പേരായതു മദ്വീപിന്നധിപതിയാം യജ്ഞബാഹു തന്നെ പുത്രന്മാർക്കു പകുത്തു കൊടുത്താൻ പോൽ എന്നതു സുരോചനം സൗമനസ്യവും ചെമ്മേ കേട്ടാലും രമണകം ദേവവർഷവും അതിശ്രേഷ്ഠമാം പാരിഭദ്രമാറാമതാപ്യായനം ഏഴാമതവിജ്ഞാതമിങ്ങനെ വർഷനാമം ഏഴധിപതികൾക്കു പുല്ലിംഗമായും ചൊല്ലാം സ്വരസം ശതശൃംഗം വാമദേവവും കുന്തം പെരിയ മുകുന്ദവും പുഷ്പവർഷവും പിന്നെ സഹസ്രശ്രുതിയെന്നു പർവ്വതങ്ങൾക്കു നാമം മഹത്വമേറുമനുമതിയും സിനീവാലി പിന്നീതു സരസ്വതി കുഹുവും രജനിയും നന്ദയും രാഗാ നദികൾക്കു പേരിവയെല്ലാം വർണ്ണങ്ങൾ ശ്രുതധരന്മാർ വീര്യധരന്മാരും പിന്നെക്കാൾ വസുന്ധരമാരിമധരന്മാരും അവരെല്ലാരും വേദം കൊണ്ടു സോമനെ സേവിച്ചവനീപദേ പരിവർത്തിച്ചിടുന്നു നിത്യം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ഹരേ